ഇനി കൊല്ലത്തേക്ക് പോവുകയാണെങ്കിൽ കൊല്ലത്ത് നിന്ന് രാജ്കുമാർ കൂടി ചേരുന്നുണ്ട്. രാജ്കുമാർ, കൊല്ലത്ത് വലിയ രീതിയിലുള്ള കടലാക്രമണം രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ കൊല്ലം ബീച്ചൊക്കെ കടലെടുത്ത ഒരു നിലയിലേക്കാണ് പോകുന്നത്. എന്താണ് നിലവിലെ സ്ഥിതി? ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ബീച്ചിൽ. അല്പം മുമ്പ്, അതായത് ഒരു 10 മിനിറ്റ് മുമ്പ് അതിശക്തമായ കാറ്റും മഴയും ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയത്. അപ്പോൾ ഞാൻ അപ്പുറത്ത് ഇതിൻ്റെ ആ കടൽ ഭാഗത്ത്, അതിൻ്റെ ആ ബീച്ചിൽ ഈ ബ്യൂട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ടും അതുപോലെ ആളുകൾക്ക് വന്ന് ഇരിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഇതെല്ലാം സജ്ജീകരിച്ചിരുന്നു. ആ ഇരിപ്പിടങ്ങൾ മുഴുവനും ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയി, കടലെടുത്തു പോയി എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഇനിയും അല്പസമയത്തിനകം വീണ്ടും കടൽ ഇതുപോലെ തിരമാലകൾ ശക്തിപ്പെട്ടു കഴിഞ്ഞാൽ ഈ ഉള്ളതെല്ലാം നഷ്ടപ്പെടുന്ന സാഹചര്യം. ഇതിനു മുമ്പ് ഇവിടുന്ന് ഒരു 50 മീറ്റർ വരെ അപ്പുറത്തേക്ക് മാറി ഇരിപ്പിടങ്ങളും പടിക്കെട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം നേരത്തെ കഴിഞ്ഞ സീസണിൽ കടലെടുത്തു പോയി. ഇതിപ്പോൾ അടുത്ത ഈ സീസണിലാണ് വീണ്ടും ഇപ്പോൾ ഇവിടെ കടലാക്രമണം രൂക്ഷമായി തീരം മുഴുവനും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇത് ഈ സാധാരണഗതിയിൽ ഇത്രയേറെ ഉണ്ടാകാറില്ലെങ്കിലും ഇപ്പോൾ കൊല്ലം ബീച്ചിൻ്റെ നല്ല ശതമാനം സ്ഥലത്ത് ഇപ്പോൾ കടൽ കയറിക്കൊണ്ടിരിക്കുന്നു. ഇത് ഇവിടെ മാത്രമല്ല, കൊല്ലത്തിൻ്റെ തീരമേഖലയാകെ അതിശക്തമായ കാറ്റും മഴയും ഉള്ളതുകൊണ്ട് തന്നെ ഈ കടലിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നുള്ളൊരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. അത് ഇന്നും തുടരുന്നുണ്ട്. പക്ഷേ ഈ മുന്നറിയിപ്പ് മുഴുവനും അവഗണിച്ചുകൊണ്ട് ഏതാണ്ട് ഈ കടലിൽ പോയ കഴിഞ്ഞ 3 ദിവസമായി സംഭവിച്ച വിവിധ ബോട്ട് അപകടങ്ങളിൽ, വള്ളം മറിഞ്ഞു മറ്റുമുണ്ടായ അപകടങ്ങളിൽ 3 പേർ മരിക്കുകയും 2 പേരെ ഇപ്പോഴും കാണാതായിട്ടുണ്ട്. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നിർത്തിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഈ രൂക്ഷമായ കടലിൻ്റെ ഒരു പ്രതികൂല കാലാവസ്ഥയിൽ ആ തെരച്ചിൽ അവർ അവസാനിപ്പിച്ചു. ഇനി 3-ാം പക്കം അവരുടെ ഈ എവിടെയെങ്കിലും കണ്ടെത്താൻ കഴിയുമോ, അല്ലെങ്കിൽ ഇതിൻ്റെ എവിടെയെങ്കിലും അവർ രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ ഉള്ള പലതരത്തിലുള്ള ഒരു ആശ്വാസവുമുണ്ട്. അതേസമയം തന്നെ ആശങ്കയുമുണ്ട്. ഈ കുടുംബവും എല്ലാവരും അതിനുവേണ്ടി ഒരു കാത്തിരിപ്പിലാണ്. ഈ തെരച്ചിൽ ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. എന്താ ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ പ്രതികൂല കാലാവസ്ഥയും ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് നിരീക്ഷണം ഉണ്ടെങ്കിൽ പോലും ഒരു തരത്തിലും വള്ളങ്ങൾക്കോ ബോട്ടുകൾക്കോ കടലിൽ പോകാൻ കഴിയാത്ത അവസ്ഥ. അതേസമയം മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഞാൻ. ഇപ്പോൾ രാവിലെ ഈ 8:45 അല്ലെങ്കിൽ 8:50 ഈ ഒരു സമയത്ത് നമ്മുടെ കൊല്ലം ബീച്ചിലെ ഈ ടവർ ലൈറ്റുകളെല്ലാം ഇപ്പോൾ ഓണാണ്. ആർക്ക് വേണ്ടിയാണ് ഈ വൈദ്യുതി? രാത്രി സമയത്ത് വൈദ്യുതി ഇല്ല. അതേസമയം പകൽ സമയത്ത് വെറുതെ ഈ വൈദ്യുതി പാഴായി പോകുന്ന വിധം ഇത് കത്തിച്ചു വെച്ചിരിക്കുന്നു. ഇവിടെ തൊട്ടപ്പുറത്തുള്ള മറ്റൊരു ടവറിലും ഇതേ അവസ്ഥ തന്നെയാണ്. ഈ സമയത്ത് ഈ പട്ടാപ്പകൽ ഈ കാറ്റും മഴയുള്ളപ്പോൾ തന്നെയാണ് ഈ പറഞ്ഞ ലൈറ്റെല്ലാം ഓൺ ചെയ്തിട്ടിരിക്കുന്നത്. ഇത് വന്ന് ഒരു ഓഫ് ചെയ്യാൻ പോലും ആരും ഇല്ലാത്ത ഒരു സാഹചര്യം. വൈദ്യുതി പ്രതിസന്ധി ഉണ്ടെന്ന് പറയുന്നു. മഴ ഉണ്ടായിട്ടും വൈദ്യുതി പ്രതിസന്ധി ഉണ്ടെന്ന് പറയുന്നു. ഈ ഉപഭോക്താക്കൾക്ക് വൻതോതിലുള്ള കറണ്ട് ബില്ലുകളും മറ്റും കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. വൈദ്യുതി ഒരു അമൂല്യം, വെള്ളം പോലെ തന്നെ അമൂല്യമായി ഇപ്പോൾ നമുക്ക് കരുതാവുന്ന ഒന്നാണ് വൈദ്യുതി. അത് പാഴാക്കരുതെന്ന് പറയുമ്പോഴാണ് അധികൃതർ തന്നെ ഇതുപോലെയുള്ള അവരുടെ അനാസ്ഥ കൊണ്ട് നമുക്ക് വൈദ്യുതി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ശരി, രാജ്കുമാറാണ് കൊല്ലത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.